ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, കുറച്ച് ഹോം ഡെക്കോർ ഒക്കെ ചെയ്താലോ വെച്ചിട്ട് ഞങ്ങൾ എത്തി ഐക്കിയ മെൽബൺ. സോ ഇവിടെ കാണുന്നതാണ് കുറച്ച് അഡൾട്ട്സിന്റെ റൂം ഡെക്കോർ. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ കിച്ചന്റെ ഹോം ഡെക്കോറും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ഒരു വീട് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ആർക്കായാലും ഒന്ന് തോന്നുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കാം, എപ്പോഴെങ്കിലും ഒക്കെ നടക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഐക്കിയ മൊത്തം അങ്ങ് കറങ്ങി ഞങ്ങൾക്ക് വേണ്ട ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊരു സാധനം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ശരി, എന്നാൽ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു സിറ്റിയിലേക്ക്. സിറ്റിയിലാണെങ്കിൽ ക്രിസ്മസ് ആകുന്നത് വരെ ഓരോ സ്ഥലത്തും ഓരോ ഡെക്കറേഷൻസ് ആണ്. സോ എല്ലാ ദിവസം പോയാലും നമുക്ക് സിറ്റിയിൽ തോന്നുന്ന വേറെ വേറെ വൈബുകളാണ്. ഇവിടെ ഓരോ ആൾക്കാരും ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുള്ളതും അവിടുത്തെ മറ്റുള്ള ഡെക്കറേഷൻസും എല്ലാം കൂടെ കണ്ടുവരുമ്പോൾ മോനെ നമുക്ക് അവിടുന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നില്ല. ഞങ്ങൾ നേരെ പുതിയൊരു സ്റ്റേഷൻ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അവിടെ പോകാമെന്ന് വെച്ച് പോയി. അവിടെ ഒരു കപ്പിൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തപ്പം അവർ ഞങ്ങൾക്കും ഒരു ഫോട്ടോ ഒക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞു വീഡിയോ എടുത്തതെന്ന് ഞങ്ങൾ നിന്നു 2 പോസ്റ്റ്. അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് ക്രിസ്മസ് DJ സാന്റ. അതായത് DJ പാട്ടൊക്കെ ഇട്ടിട്ട് കരോള് പോലെ എല്ലാവരും പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നൊരു പരിപാടി. അതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പുറത്ത് ആൾക്കാർ ബസ്കിങ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള എൻജോയ്മെൻറ്റ് മൂഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആൻഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷ വാർത്തയാണ്. കാരണം വീക്കെൻഡ്സ് നമുക്ക് ഫ്രീ ട്രാവലാണ്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് യാറ റിവർ. ഇപ്പോൾ യാറ റിവറിൻ്റെ സൈഡിൽ കൂടെ സമ്മറിൻ്റെ സമയത്ത് വിൻ്ററിൻ്റെ എക്സ്പ്രഷനോട്ട് നടക്കണം തന്നെയാണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ സമ്മർ ആണെന്ന് പേര് മാത്രമേ ഉള്ളൂ. വിൻ്ററിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും. സമ്മറിലേക്ക് നമ്മൾ മെല്ലെ കിടക്കണേ ഉള്ളൂ. പറഞ്ഞ് നാക്കെടുത്തില്ല, അതിന് മുന്നേ മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് സൺസെറ്റ് അറ്റ് യാറ റിവർ. പിന്നെ അടുത്തൊരു ക്രിസ്മസ് ട്രീയുടെ അവിടെ പോയപ്പോൾ ഒരു ക്രൊയേഷ്യൻ കപ്പിളിനെ പരിചയപ്പെട്ട് ഞങ്ങൾ വൻ കമ്പനിയായി. വെറൈറ്റി തൊപ്പിയും ഇട്ട് വെറൈറ്റി ബലൂൺ വെക്കുന്ന ചേച്ചിയും കണ്ട് ഞങ്ങൾ എത്തിയത് എവൻ വോക്കർ ബ്രിഡ്ജ്. ഫ്ലിൻഡർ സ്ട്രീറ്റിന്റെ മനോഹാരിത യാറ റിവറിന്റെ പ്രകൃതി ഭംഗിയുമായി അലിഞ്ഞു ചേരുന്നതോടുകൂടി ഇന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.